ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. പ്രശസ്ത എഴുത്തുകാരി കെ.ബി. ശ്രീദേവി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃപ്പൂണിത്തുറയിലായിരുന്നു അന്ത്യം. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അലി അക്ബർ ഷാ ചേരുന്നു. അലി, കഥ, നോവൽ എന്നുവേണ്ട ബാലസാഹിത്യം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് കെ.ബി. ശ്രീദേവി. ഭ്രഷ്ടിനെതിരെ ഉൾപ്പെടെ ശക്തമായ രചനകളും അവരുടേതായി പുറത്തു വന്നിരുന്നു. എന്താണ് വിവരങ്ങൾ? എപ്പോഴായിരിക്കും സംസ്കാരം? വിനീത, കെ.ബി. ശ്രീദേവി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. 84 വയസ്സായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ മകന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. കുറച്ചു കാലങ്ങളായി ഇവിടെ തൃപ്പൂണിത്തുറയിലായിരുന്നു കെ.ബി. ശ്രീദേവിയുടെ താമസം. ഈ പറഞ്ഞതുപോലെ കഥ, നോവൽ, പഠനം, ബാലസാഹിത്യം, നാടകം എന്നിങ്ങനെ സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളിലും തന്റെ പ്രതിഭ തെളിയിച്ച എഴുത്തുകാരി കൂടിയായിരുന്നു കെ.ബി. ശ്രീദേവി. അതുകൊണ്ട് തന്നെ സാഹിത്യ രംഗത്തിന് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരമടക്കം ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. യജ്ഞം, അഗ്നിഹോത്രം, പറയിവെറ്റ പന്തിരുകുലം, മൂന്നാം മുറ എന്നിവയാണ് ശ്രീദേവിയുടെ പ്രധാന കൃതികളായി ഇന്നും കണക്കാക്കപ്പെടുന്നത്. ശ്രീദേവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാഹ്മണിക പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്നയാളാണ്. അവരുടെ പ്രധാനപ്പെട്ട കൃതികളായ യജ്ഞമടക്കം ഈ ഒരു ബ്രാഹ്മണിക് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള കൃതികൾ തന്നെയാണ്. എന്തായാലും മലയാള സാഹിത്യത്തിന് ഇന്നും ശ്രീദേവിയുടെ കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പറയുമ്പോൾ 2 ദശാബ്ദങ്ങളായി ഈ എഴുത്ത് രംഗത്തില്ലാത്ത, ഈ സജീവമായി സാഹിത്യരംഗത്ത് ഇല്ലാത്ത ഒരു എഴുത്തുകാരി കൂടിയാണ്. പക്ഷേ ഈ 1974 കുങ്കുമം അവാർഡ് അടക്കം നേടിയ യജ്ഞം അടക്കമുള്ള കൃതികളിലൂടെ ഇന്നും സാഹിത്യ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ അടക്കം സജീവ പേരായി നിലനിൽക്കുന്ന പേര് കൂടിയായിരുന്നു കെ.ബി. ശ്രീദേവിയുടേത്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം, അതുപോലെ നാലപ്പാടാൻ പുരസ്കാരം, അമൃതകീർത്തി പുരസ്കാരം, ദേവി പ്രസാദം അവാർഡ്, ഇങ്ങനെ നിരവധിയായ അവാർഡുകളും കെ.ബി. ശ്രീദേവി ഈ സജീവമായി നിന്ന കാലഘട്ടത്തിനുള്ളിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ അറിയുന്നതനുസരിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃപ്പൂണിത്തുറയിലായിരിക്കും കെ.ബി. ശ്രീദേവിയുടെ സംസ്കാരം. വിനീത, പ്രശസ്ത എഴുത്തുകാരി കെ.ബി. ശ്രീദേവി ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.